ആദ്യം നിങ്ങൾ ഈ ജീവിതത്തോടുള്ള മടുപ്പാണ് മാറ്റേണ്ടത്. ഇത്രയും കാലം മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്. അതെ, സത്യത്തിൽ അതാണ് മടുപ്പുണ്ടാക്കിയത്. ശരിയല്ലേ? ഇനി എന്ത് വേണമെന്ന് വിചാരിച്ചാല് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാലം നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം. അപ്പൊ അതിന് പല വഴികളുണ്ട്. ഞാൻ പട്ടാളത്തിലായിരുന്ന സമയത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോ നമ്മുടെ ഈ മടുപ്പൊക്കെ മാറ്റാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല മാർഗമാണ് യാത്ര. കോയ എവിടൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്? ഞാൻ സൗദി എയർപോർട്ട്, എന്റെ കൂടി എയർപോർട്ട് സൗദി. അല്ല, അത് അച്ഛന് പോയതല്ലേ? അല്ലടൊക്കെ ജിദ്ദയിലല്ലായിരുന്നു പണി. അച്ഛന് പോയിട്ടുണ്ട്. ഞാൻ ഊട്ടി, കൊടൈക്കനാല്, മൂന്നാറ് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് പോയിട്ടുണ്ട്. സുഗതൻ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഞാൻ ഈ അഗ്രികൾച്ചറിലായിരുന്ന സമയത്ത് നമ്മുടെ അട്ടപ്പാടി, മുത്തങ്ങ, അങ്ങനത്തെ 2-3 സ്ഥലം. അത് ഒന്നാമത്തെ ജോലിക്ക് പോയതാണ്, അതും ടൂറ് പോയതല്ല. നമ്മൾ കോഴിക്കോട് അങ്ങാടി വിട്ടിട്ട് ഒരു ലോകം കണ്ടില്ല. അല്ല, അപ്പൊ ഈ പട്ടാളം ഉദ്ദേശിച്ചത് നമ്മുടെ മഹാത്മാവ് നടത്തിയ ദണ്ഡി യാത്ര പോലെയാണോ നമ്മൾ നടത്തേണ്ട യാത്ര? അതെ 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 അതന്നെയാ. ഓ, അതന്നെയാ. അപ്പൊ ആർഷഭാരത സംസ്കാരത്തെ വേരോടെ പിഴുതെറിയാൻ വന്ന ക്ഷുദ്രശക്തികളെ ഈ നാട്ടിൽ നിന്ന് മാറ്റിയിട്ട് പോരെ നമ്മുടെ യാത്രകൾ? അതൊരു കാര്യം ചെയ്യാം, നമുക്ക് പോകുന്ന വഴി എവിടെയെങ്കിലും അങ്ങ് തട്ടിയാ പോരെ. ഉണ്ണിയെ, ഈ കൊട ഉണ്ടല്ലോ, ഇതിങ്ങനെയൊക്കെ കുത്തി നടക്കാൻ വേണ്ടി മാത്രല്ല, അതിന്റെ മോന എന്റെ വായന അങ്ങോട്ട് കുത്തി. ചേട്ടാ, നിങ്ങൾ കാര്യത്തിലേക്ക് വരും. എവിടേക്ക് പോകും നമ്മൾ ഈ യാത്ര? എവിടേക്ക് പോകുന്നുള്ളത് നമുക്ക് പിന്നീട് ആലോചിക്കാം. എന്തായാലും യാത്ര തീരുമാനിച്ചു അല്ലേ? എന്നിട്ട് ആ യാത്രയിൽ വെച്ചിട്ടാവാം നിങ്ങളുടെ മനസ്സിന്റെ മടുപ്പ് മാറ്റാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അവിടെ തീരുമാനിക്കാം. എന്തേ? കുപ്പി ഉണ്ടെങ്കിൽ മടുപ്പ് മാറും. കുടിക്കാൻ വേണ്ടിട്ടല്ലല്ലോ പോണം. അല്ല, നമ്മുടെ സുഖത്തിന്റെ മുഖത്ത് എന്തോ ഒരു ഭസ്മുണ്ടല്ലോ. അതാ. അല്ല, ഈ യാത്ര എന്നൊക്കെ പറയുമ്പോ അത് പണച്ചെലവുള്ള കാര്യമല്ലേ? ഈ പൈസയുടെ കാര്യം വിട്, ചെലവിന്റെ കാര്യം ഞാൻ ഏറ്റു. പിന്നെ അപ്പൊ എന്തായാലും തീരുമാനിക്കല്ലേ? എന്നാ വെക്ക് കൈ. അതന്നെ പണി. അപ്പൊ നമ്മുടെ യാത്ര ഫിക്സ്. അതെ, നിങ്ങളുടെ അച്ഛൻ ഇപ്പഴെങ്ങാനും വരുവോ? വരൂടെ ഇവിടെ അടുത്തെങ്ങാണ്ട് പോയതല്ലേ? എപ്പ ഇറങ്ങി പോയതാ? എന്തെങ്കിലും ആവശ്യത്തിന് പോയതായിരിക്കും. കഴിഞ്ഞിങ്ങാട് വരും. ഇപ്പൊ വരാന്ന് പറഞ്ഞല്ലേ വിളിച്ചപ്പാ. ഞാനൊരു കാര്യം പറയാം, അച്ഛനെ ഈ പ്രായത്തിൽ ഇങ്ങനെ കറങ്ങാൻ വിടുന്നത് അത്ര നല്ലതിനല്ല. പിന്നെ പിടിച്ചാ കിട്ടത്തില്ല കേട്ടോ. അച്ഛനെ നന്നാക്കി നിൽക്കുക, എന്നെ ഒതുക്കിയിട്ടേക്കാണ് അവള്. എടി, ഇപ്പൊ വരുവോടി. ഞാൻ ഫോണിൽ വിളിച്ചപ്പോ നടക്കണ്ട് ഇങ്ങാടെന്ന് പറഞ്ഞു. പുള്ളി ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് ഇറങ്ങാം. എത്ര നേരം എപ്പ പോയതായത്? വെറുതെ കിടന്ന് കയറ് പൊട്ടിക്കല്ലേടി, ഒരു കാര്യത്തിന് പോയതല്ലേ. അതെ, എന്താണ്? അച്ഛനോട് പറഞ്ഞേൽപ്പിക്കാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു. നിങ്ങൾ പറഞ്ഞോ? അത് പറയാടി. ഇത് എന്ന് പറയാനായിട്ടാണ് നിങ്ങൾ പറയാന്ന് പറയുന്നല്ലാതെ ഒന്നും പറയുന്നില്ലല്ലോ. ഇതുവരെ കാര്യങ്ങൾ പറയണതിന് മരുങ്ങില്ലേ? എന്റെ അച്ഛനല്ലേ അത്. നിങ്ങള് മരുങ്ങ് നോക്കിയിരുന്നോ കേട്ടോ? നീ മിണ്ടാതിരിക്കും, ഞാനത് അതിൻ്റെതായ നയത്തിൽ അവതരിപ്പിച്ചോളാം. പറഞ്ഞാ മതി. അച്ഛൻ വരുന്നുണ്ട്, നീ ഒന്നും മിണ്ടാന്ന് നിൽക്കണ്ടാട്ടെ, ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ ഇറങ്ങയില്ലേ? ഇത് എവിടെ പോയി കിടക്കായിരുന്നു അച്ഛൻ? എത്ര നേരം യാത്രയായി നിൽക്കണ്? ഒരു വഴിക്ക് പോകണ്ടല്ലേ ഇത്? അല്ലടാ, അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വഴിക്കേ എന്റെ പഴയ സുഹൃത്ത് രാഘവനൊന്ന് കണ്ടു. അവനായിട്ട് കുടുംബകാര്യം പറഞ്ഞിരുന്നപ്പോ ഒരു 5 മിനിറ്റ് വൈകി. നിങ്ങൾ ഇറങ്ങിക്കോ. ഒരു അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് രാഘവനായിട്ട് വർത്താനം പറഞ്ഞിരിക്കുകയാണ്. അവൾക്ക് ചെന്നിട്ട് കാര്യമുള്ളതാണ്. നനി സമയം കളയണ്ട, പൊക്കോ. അച്ഛാ, 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കാനുണ്ടായി അച്ഛനോട്. എന്താ? അല്ല, വന്നിട്ട് പറഞ്ഞു. എന്താടാ പറ. അത് നമ്മുടെ സ്കൂട്ടർ ഇവിടെ വെറുതെ ഇരിക്കാനല്ലോ, ഇപ്പൊ ആരും ഉപയോഗിക്കാതെ. അത് ഞാൻ എന്നോട് പറയാതിരിക്കായിരുന്നു. അത് കിട്ടിയ വിലക്ക് അങ്ങോട്ട് വിറ്റോ. വിൽക്കാനല്ല, അച്ഛനത് ഉപയോഗിച്ചിരുന്നതാണല്ല. അപ്പൊ ആ സ്കൂട്ടറിൽ നമ്മുടെ ആരോമലിനെ ഒന്ന് സ്കൂളിൽ കൊണ്ടുപോയി ആക്കണം അച്ഛൻ, നാളെ രാവിലെ തൊട്ട്. അയ്യോ, ഞാൻ ഓടിച്ചു കൊണ്ടേക്ക്. അച്ഛനും ഓടിച്ചിരുന്നതല്ലേ അത്? അല്ല, കൊണ്ടാക്കിയാൽ മാത്രം പോരല്ലോടാ, തിരിച്ചും കൊണ്ടേ. അത് കുഴപ്പമില്ല അച്ഛാ, തിരക്ക് പിടിച്ചൊന്നും ഓടിക്കണ്ട. വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഓടിച്ചാ മതി.
2-3 മാസം കഴിയുമ്പോ അത് ശീലമാവൂലേ? അത് മാത്രമല്ല നമ്മൾ വെറുതെ വണ്ടിക്കാർക്ക് പൈസ കൊടുക്കണ്ടല്ലോ, അപ്പൊ നമുക്കൊരു സമാധാനം ഉണ്ട് അല്ലേ? പൈസയുടെ അല്ല അച്ഛാ, ഈ പിള്ളേരെല്ലാരും കൂടി വിരകിയാണ് അങ്ങോട്ട് കൊണ്ടുപോണതും കൊണ്ടുവന്നതും. അപ്പൊ ഇതാവുമ്പോ അച്ഛൻ സുരക്ഷിതമായിട്ട് അവൻ ഒറ്റക്ക് കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്യുമല്ല, അത് നമുക്കൊരു സമാധാനം. ശരി, പിന്നെ അച്ഛാ, പച്ചക്കറിയുടെ ലിസ്റ്റ് ഞാൻ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ടൗണിൽ സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിച്ചാൽ മതി, അവിടെ ആകുമ്പോ ഓഫർ ഉണ്ട്. അല്ല, അത് നിങ്ങൾ വരുമ്പോ പഠിച്ചാ പോരെ? ഞങ്ങൾ ഒരുപാട് വൈകി വെച്ചാ ഞങ്ങൾ പോയ കാര്യം നടക്കണ്ടേ. അച്ഛൻ അവിടെ സഞ്ചി എടുത്തു വെച്ചിട്ടുണ്ട്, ലിസ്റ്റും പൈസ ഉണ്ട്. അച്ഛൻ അതൊന്നും മേടിക്കും. പിന്നെ റേഷൻ കടയിലും വേണ്ട, റേഷൻ കടയിൽ നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ ഇന്ന് പച്ചക്കറി മേടിച്ചിട്ട് നാളെ റേഷൻ മേടിക്കാം അല്ലേ? മതി. പിന്നെ വെറുതെ നിൽക്കുമ്പോ ആ വണ്ടി ഒന്ന് ഓടിച്ചൊന്ന് കൈ അണങ്ങിക്കോ. ഇനി ആരോമലായിട്ട് ഉരുണ്ടു വീഴാൻ നിൽക്കണ്ട അല്ലേ? അന്ന് ഇറങ്ങട്ടെ അച്ഛാ. അതെ പ്യാരിയേട്ടാ, നമുക്ക് 2 ആടിനെ കൂടെ മേടിച്ചാലോ? അതാകുമ്പോ പാലിന്റെ പൈസ നമുക്ക് ലാഭിക്കല്ലോ. അച്ഛൻ എന്തായാലും ഇവിടെ വെറുതെ ഇരിക്കല്ലേ. അതെ, പിന്നെ ആലോചിക്കും. ഇപ്പൊ എന്താ കൂടി പറഞ്ഞു. ശരി എന്നാ വാതിലൊന്നും തുറന്നിട്ട് എങ്ങും പോവല്ലേ, വാതിൽ കണ്ടാണം. എന്താ ഈ ചങ്ങായി ഇറങ്ങിയില്ലേ? വിളിച്ചപ്പോ ഫോൺ എടുക്കണില്ലല്ലോ. ഒന്നും പറയണ്ട. ഏത് നേരം തന്നെയാണ് എന്റെ കപ്പിന് എന്തിനാ നമ്മള് പ്യാരിമോനെ, എന്താ എല്ലാരും കൂടി? അച്ഛനെവിടെ? അച്ഛനിവിടെ ഉണ്ട്. അല്ല, അച്ഛൻ റെഡി ആയില്ലേ മോനെ? എന്തിന്? ഞങ്ങളിന്ന് പോവല്ലേ? എവിടെ പോവല്ലേ? അച്ഛന് താല്പര്യമില്ല. ഇന്നലെയും കൂടെ ടൂറിന്റെ കാര്യം പറഞ്ഞ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നാണല്ലോ. പോണോന്നൊക്കെ തീരുമാനിച്ചാണ്, പക്ഷെ ഇപ്പൊ എന്തോ ഒരു ഉത്സാഹക്കുറവ്. ഒരു ഉത്സാഹക്കുറവില്ല. അച്ഛനെ കൊണ്ട് വിളിക്കുന്നു നീ ആദ്യം. മോനെ വരുന്നില്ല. പ്യാരിയാതാ, അത് സുഗതൻ വന്ന് പറയട്ടെ, നീ വിളിക്ക്. സുഗത, സുഗത, എന്താ സുഗതന്റെ സാരി എടുത്തിട്ടാന്ന്. സുഗതനെവിടെ? എന്താ പ്യാരിയേട്ടാ? അതെ, അച്ഛൻ ടൂറ് പോണ കാര്യം പറഞ്ഞല്ല, അപ്പൊ അച്ഛനെ കൂട്ടാൻ വന്നാണ് അവര്. നിങ്ങൾ പറഞ്ഞില്ലേ കാര്യം? ഞാൻ പറഞ്ഞ അവരത് കേൾക്കണ്ടേ. അച്ഛന് വരാൻ പറ്റില്ല. അച്ഛന് വരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല ഇവിടെ നടക്കില്ല. പോങ്ങനാണ്. അതെ, നിങ്ങള് അച്ഛനെ ഇങ്ങോട്ട് വിളിക്ക്, ഞങ്ങള് സംസാരിക്കാം. സുഗത, വീട്ടിൽ നീ സുഗതന്റെ തന്തയല്ല, മോനാണ് കേട്ടോ. സുഗത, സുഗത, അച്ഛനെ വിളിക്കും. കൈ ചൂണ്ടി ഒന്നും പറയല്ലേ, ഞാൻ വിളിക്കാം. വിളിക്കടോ. അതെ, ഞങ്ങള് പോയിട്ട് നിങ്ങൾക്ക് കഥകളിയൊക്കെ അവതരിപ്പിക്കാം. ഞങ്ങളെ അച്ഛനെ കൊണ്ട് വിളിക്ക്. സുഗത, എന്താണ് സുഗത? എന്താ പറയാ? എന്താ എന്താ പ്രശ്നം? സത്യ, നിങ്ങൾ പൊയ്ക്കോ, ഞാൻ വരുന്നില്ല. അതെന്താ കാര്യം പറയടോ? അച്ഛന് സുഖമില്ലാന്ന്, അച്ഛൻ ഇങ്ങനെ നടക്കാൻ പാടില്ല, അതുകൊണ്ട് അച്ഛൻ വരുന്നില്ല. എന്റെ പൊന്നുമോനെ, ഞാൻ അച്ഛനോടല്ലേ ചോദിക്കുന്നത്, അച്ഛൻ പറയട്ടടോ. അച്ഛൻ പറഞ്ഞില്ലേ വരുന്നില്ലാന്ന്, പിന്നെന്താ? ഏടാ സുഗത, നമ്മളെല്ലാരും കൂടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടല്ലേ കേണലിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ ടൂറ് പോവാന്ന്. ഇന്നലെ രാത്രി നീ പറഞ്ഞല്ലോ ചക്ക വറുത്തത് ഞാൻ കൊണ്ടുവരാം, എല്ലാം ഓക്കെ ആണെന്ന്. പിന്നെ എന്താ തനിക്കിപ്പോ പറ്റിയേ? അത് ശരിയാവില്ലടാ. അതെന്താ എനിക്ക് എന്താ പ്രശ്നം, അത് പറഞ്ഞ നീ. എന്റെ പൊന്ന് സത്യമായിട്ട് അച്ഛൻ പറഞ്ഞില്ല എന്ന് മലയാളത്തിലല്ലേ പറഞ്ഞ, പിന്നെ എന്തിനാ നിർബന്ധിക്കണത്? എടാ, അത് പറയാൻ നീ ആരാണെന്ന്? അച്ഛന്റെ കാര്യം ഇപ്പൊ ഞങ്ങളാ നോക്കണം, അപ്പൊ ഞങ്ങള് തീരുമാനിക്കും അത്. അച്ഛന്റെ കാര്യം നിങ്ങൾ എന്നു മുതലാ തീരുമാനിക്കാൻ തുടങ്ങിയത്? അതൊന്ന് പറഞ്ഞ നീ. അതിപ്പോ അങ്ങനെയാണ് ഇവിടെ. ചേടാ മോനെ, അച്ഛനെ ടൂറ് വിട്ട അച്ഛൻ എന്തെല്ലാം സാധനങ്ങൾ വീട്ടിലേക്ക് മേടിച്ചു കൊണ്ടുവരും. എനിക്കൊരു നത്തല്ലും കൊണ്ടുവരാം. പോയിക്ക നിങ്ങൾ പോകാൻ നോക്ക്, വെറുതെ ഒന്ന് വർത്താനം പറയില്ല. അച്ഛൻ വരുന്നില്ല, പൊയ്ക്കോ നിങ്ങള്. എടാ, അച്ഛനെ കൊണ്ടുപോകാൻ പറ്റുമോ ഞങ്ങളെ നോക്കട്ടെ. അച്ഛൻ വന്നിട്ട് വേണ്ടേ? അച്ഛന്റെ തീരുമാനം ഇപ്പൊ ഞങ്ങളാ എടുക്കണം. അച്ഛൻ വരുന്നില്ലെന്ന് പറഞ്ഞാൽ വരുന്നില്ല. അല്ല, അച്ഛന്റെ കാര്യങ്ങളൊക്കെ എന്നു മുതലാ നീ തീരുമാനിച്ചു തുടങ്ങിയത്? അതൊന്ന് പറഞ്ഞേ.
അല്ല അത് കേക്കട്ടെ. എടാ ഞങ്ങൾ ആ പടി കടന്നിങ്ങ് വരുന്ന സമയത്ത് നീ ഈ സോഫയുടെ മുകളിൽ കാലിന്റെ മുകളിൽ കാലും കയറ്റി വെച്ചിങ്ങനെ ഇരുന്നിരുന്നല്ലോ അല്ലേ? ഞങ്ങളെ നീ കണ്ടിട്ടില്ലല്ലോ. ഈ സോഫ, ഈ സൗകര്യമുള്ള ഇത്രയും വലിയ വീട്, ഈ കാറ്, ഇതൊക്കെ ഈ നിൽക്കുന്ന മനുഷ്യന്റെ അധ്വാനമല്ലടോ അല്ലേ? എടോ അയാള് റിട്ടയർ ചെയ്തത് സർവീസിൽ നിന്നാണ്, അല്ലാതെ ജീവിതത്തിൽ നിന്നല്ല. റിട്ടയർ ചെയ്യുന്ന സമയം വരെയും അയാള് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ലേ ജീവിച്ചത് അല്ലേ? ഇനി ബാക്കിയുള്ള സമയം ഒരു ഇത്തിരി കാലല്ലേ ഉള്ളൂ, അത് അയാൾക്ക് വേണ്ടി ജീവിക്കട്ടെ. അച്ഛനോട് സ്നേഹമുള്ള മക്കളാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതിനൊക്കെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. പിന്നെ പ്യാരിമോനെ, നിന്റെ ഈ യൗവനം എന്ന് പറയുന്നതുണ്ടല്ലോ, അത് ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്നതൊന്നുമല്ല. കുറച്ച് കഴിയുമ്പോ ഞങ്ങളുടെ ഈ പരുവത്തിലൊക്കെ ആയി പോവും. അപ്പോഴേ ഞങ്ങൾ ഈ പറയുന്നതിന്റെ പൊരുൾ എന്താന്ന് നിനക്ക് മനസ്സിലാവും. അപ്പോഴേ നിനക്കൊക്കെ മനസ്സിലാവും. സുഹൃത വാടോ. എന്താ അവിടെ തന്നെ മറിമായത്തിന്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പോൾ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.